നമസ്കാരം. ഇന്ന് ക്ലീനിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നല്ല സൂപ്പർ രുചിയിൽ ഒരു ചിക്കൻ റോസ്റ്റും നെയ്പ്പത്തിലും നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. ഇതിപ്പോൾ സവാളയോ ചെറിയുള്ളിയോ ഒന്നും കൊത്തി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കുഞ്ഞുള്ളി വേണം കേട്ടോ, ചെറിയുള്ളി എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ കൂടുതൽ തൊലി കളയേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് 2 സവാളയും പിന്നെ ഒരു കൈപ്പിടി ചെറിയുള്ളിയാണ് എടുത്തത്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, മല്ലിയില എല്ലാം ആദ്യം എടുത്തിരുന്നു. അതിനുശേഷം എല്ലാം മിക്സിയിലിട്ടിട്ടൊന്ന് ഓരോന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത്. അതായത് നന്നായിട്ട് അരഞ്ഞെടുക്കേണ്ട. ഒരു എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ഓഫ് ചെയ്യണം. ഒരു സെക്കൻഡിൽ 2 സെക്കൻഡ് മാത്രം ഒന്നങ്ങ് മിക്സിയിലങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചതക്കരുത്, എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്നങ്ങ് ചതച്ച് സെറ്റാക്കി വെക്കുക. ഞാനിപ്പോൾ ഓരോന്നായിട്ട് മിക്സിയിൽ ചതച്ചെടുത്തത് ചെറിയ ജാറാണ് ഉപയോഗിച്ചത്. വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ ഒന്നങ്ങ് ഓരോന്നായിട്ട് അടിച്ചിട്ട് ലാസ്റ്റ് അത് കഴുകാതെ തന്നെ ആ 2 തക്കാളിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ഏറ്റവും കുറഞ്ഞതാണ്. കൂടുതൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. അതിലൊഴിക്കുന്നത് കാണുമ്പോൾ വീർക്കും കുറേ ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവയൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിൽ ചെയ്യുമ്പോഴുള്ളൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എടുക്കാം കേട്ടോ. ആദ്യം ഞാനിപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ആദ്യം ഇടുക. അപ്പോൾ നമ്മൾ പല രീതിയിലും ചെയ്യും. സവാള ആദ്യം വഴറ്റിയിട്ടൊക്കെ റോസ്റ്റ് ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു അടുക്കളയിലൊക്കെ ഇതിൻ്റെ ഒരു സ്മെല്ല് വാടി വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് മാത്രം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സവാളയും ചെറിയുള്ളിയും ഇടുക. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, കാരണം എല്ലാം ഒരു കൈയളവാണ്. നമ്മുടെ ചിക്കൻ്റെ ഇതിനനുസരിച്ചിരുന്നു. ഞാനിപ്പോൾ ഒരു അല്ലിയുടെ പകുതിയാണ് വെളുത്തുള്ളി എടുത്തത്. പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 സവാള നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഒരു കൈപ്പിടി ചെറിയുള്ളി, 3 പച്ചമുളക്, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതല്ലാതെ നിങ്ങൾക്ക് പേസ്റ്റ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അത് മൂത്തിട്ട് നന്നായിട്ട് ഒരു സ്മെല്ല് വരുമല്ലോ. ആ സമയത്താണ് നമ്മുടെ സവാളയും ചെറിയുള്ളിയും ചതച്ച് വെച്ചിട്ടില്ലേ അത് ചേർക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. അറിയാലോ, പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞു പോകാൻ ഇത് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സവാളയിൽ നിന്ന് നമ്മൾ ഇതിങ്ങനെ മിക്സിയിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ടാണല്ലോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമെല്ലാം ഒന്നങ്ങ് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പം എത്രത്തോളം വഴറ്റുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ഇരുമ്പിൻ്റെ ഫ്രൈങ് പാൻ ആവുമ്പോൾ നമുക്ക് അടിക്ക് പിടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്തോ കേട്ടോ. പക്ഷേ എനിക്കിത് കറക്റ്റാണ്, ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യം അറിയാലോ, അത് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിനിപ്പോൾ ടേസ്റ്റ് കുറവൊന്നുമില്ല. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെന്തായാലും ഒന്നങ്ങ് സ്റ്റെക്കാവും അല്ലേ, ഒന്ന് സൂക്ഷിക്കുമല്ലോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്നങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചിക്കൻ 500 ഗ്രാമാണ് എടുത്തത്. ഇത് 1 കിലോൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കുക. ആദ്യം ഈ പണി ചെയ്തിട്ട് നമുക്ക് വഴറ്റൽ സ്റ്റാർട്ട് ചെയ്താലും നല്ലതായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ട് ഒന്നങ്ങ് മാറ്റി വെച്ചതിന് ശേഷം വഴറ്റി തുടങ്ങാം. ഞാനിപ്പോൾ ഇത് വഴറ്റുന്നതിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. പക്ഷേ വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് സിമ്മിലിട്ടിട്ടാണ് ഞാൻ വഴറ്റുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു മസാല പെരക്കി വെക്കുന്നത്. മസാലയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും നമ്മുടെ ആ ഒരു ചിക്കൻ മസാലയിൽ ഇടുന്നില്ല. വെറും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും മാത്രമാണ് ഇട്ടത്. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കാം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. വെളിച്ചെണ്ണ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഇപ്പോൾ നന്നായിട്ടിത് ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഗോൾഡൻ ബ്രൗൺ മുഴുവനായിട്ടാകുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ആ ഒരു പച്ചമുളകില്ലേ 3 ചതച്ച് വെച്ചത് അതും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പച്ചമുളക് ലാസ്റ്റ് ഇടുന്നത് അതിന് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. ഇതൊക്കെ ആദ്യം അങ്ങ് ഇട്ടാൽ എന്താണെന്നറിയോ, പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇല്ലേ മുന്നിലേക്ക് വരില്ല. അപ്പോൾ അതിന് പ്രത്യേക ഒരു സ്മെല്ലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ സമയത്ത് അത് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് വഴറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അധികം പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ അധികം ഇനി വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളി നന്നായിട്ട് മൂപ്പിക്കുക, പച്ചമുളക് ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ തന്നെ മസാലപ്പൊടികൾ ചേർക്കുക. അപ്പോൾ ഈ ഒരു ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് മുളക് പൊടിയാണെന്ന് വെച്ചാൽ ചേർക്കുക.
1 ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളകില്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനിയിപ്പം ചിലർക്ക് വറുത്ത മല്ലി ഇല്ലെങ്കിൽ പച്ച മല്ലിയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ ഈ മസാലപ്പൊടികളെല്ലാം തന്നെ വേറൊരു ചീനിച്ചട്ടിയിൽ ഡ്രൈ ആയിട്ട് എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ മല്ലി അതിൽ നിന്ന് മൂത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാല വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോ ഇല്ലേ അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നമ്മൾ പൊടികൾ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ എടുക്കണേ. കാരണം അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് പുക കയറിപ്പോവും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പം എല്ലാ പൊടികളും ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം ചിക്കൻ പീസ്, അതായത് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചതിന് ശേഷം ചിക്കൻ പീസും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ ചേർക്കാം. അത് നമുക്ക് ചിക്കൻ വെന്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. എല്ലാം ഒന്നങ്ങ് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചൊന്നങ്ങ് വേവിക്കുക. ലോ ഫ്ലെയിമിലാണ് ഇത്രയും ഞാൻ ചെയ്തത് കേട്ടോ. അതായത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ലോ ഫ്ലെയിമിൽ, അതായത് ആദ്യം നമ്മുടെ ആ ഒരു ഫ്രൈങ് പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഫ്ലെയിം ലോയിലിട്ടതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു മീഡിയം ബേർണറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ ബേർണറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. എൻ്റെ ഈ ഒരു ബേർണർ നല്ല വലിപ്പമുള്ളത് കൊണ്ടാണ് ഞാനൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നെയ്പ്പത്തലും കൂടെ ഉണ്ടാക്കാം. നെയ്പത്തിരിയെന്നോ നെയ്പത്തലെന്നോ ഇങ്ങനെ പറയാം. ഞങ്ങളിവിടെ പത്തൽ എന്നാണ് പറയുക. അതുകൊണ്ട് ആ ഒരു ഓണത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. പക്ഷേ ഇനി വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കുക. ഒന്നുകിൽ നമ്മൾ പാക്കറ്റ് പൊടി പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പുട്ടുപൊടി നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പൊടിപ്പിക്കില്ലേ. അപ്പോൾ വീട്ടിൽ പൊടിപ്പിക്കുകയാണെങ്കിൽ നെയ്പ്പത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ കുറുവി അരിയില്ലേ അല്ലെങ്കിൽ പുഴുങ്ങലരി, ഏതെങ്കിലും പുഴുങ്ങലരി മില്ലിൽ നിന്ന് നന്നായിട്ട് കഴുകി നമ്മൾ ഡ്രൈ ആക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുക. അപ്പോൾ പുഴുങ്ങലരി ആണെങ്കിൽ നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ ആദ്യം അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചത് ഈ വെള്ളം ഉറ്റിയിട്ട് അതിലേക്ക് വീഴാതിരിക്കാനാണ്. അപ്പോൾ അതാണ് ഇവിടെ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പച്ചരിയാണ് പൊടിപ്പിക്കുന്നതെങ്കിൽ നന്നായിട്ട് വറക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വറക്കേണ്ട പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുഴുങ്ങലരി എടുക്കുന്നത്. പിന്നെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റ് പുഴുങ്ങലരി തന്നെയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി നമ്മുടെ ചെറിയ ജീരകമല്ല, വലിയ ജീരകയില്ലേ, പെരുംജീരകം, അതാണ് ചേർത്തത്. അതും കൂടെ ഇട്ടിട്ട് ഇത് കണ്ടോ, വെള്ളം ഇങ്ങനെ വെട്ടിത്തിളക്കണം, അല്ലാതെ ചെറുതായിട്ടുള്ള ചൂടല്ല, വെട്ടിത്തിളക്കുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ലല്ലോ, സ്പൂൺ കൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അതൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് തണിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നങ്ങ് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് അത് വീണ്ടും അങ്ങ് ഇളക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ ബ്രോയിലർ ചിക്കനൊക്കെ കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും എടുക്കാൻ സമയമില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. കാരണം വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇതിപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്നും അതുപോലെ ആ ഒരു നമ്മുടെ ടൊമാറ്റോ ഇല്ലേ അതിലെ വെള്ളം എല്ലാം ചേർന്ന് വരുന്ന വെള്ളത്തിൽ നിന്നാണ് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുന്നത്. ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അതായത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതൊന്നും കുക്കറിൽ ഒരു നിവൃത്തിയിൽ നമുക്ക് കുക്കറിൽ ചെയ്യാം, പക്ഷേ ടേസ്റ്റ് ആകെ മാറും കേട്ടോ. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന, അതായത് ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളത്തിൽ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും, അതായത് ചിക്കൻ ഏത് വിഭവം ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു മല്ലിയിലയില്ലേ അതും കറിവേപ്പിലയും എല്ലാം ചേർത്ത് യോജിപ്പിക്കുക. ഉപ്പ് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. എനിക്കിപ്പോൾ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ മുന്നിൽ നിൽക്കണമെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളക് ചേർക്കാം. എനിക്കിപ്പം ഇത് കറക്റ്റാണ്. ഈ ഒരു റോസ്റ്റ് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് തൊട്ട് മുന്നേ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ തിളപ്പിച്ചിട്ടെടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഗ്രേവി ആകുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുമ്പോഴുള്ള ടേസ്റ്റ്
അതിന് കിട്ടില്ല. ഇതാണ് കൂടുതൽ രുചി. മാവിലൊഴിച്ചിട്ടുള്ള ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുഴക്കാൻ പാകമായിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ മുഴുവനായിട്ട് ആ ചൂടുവെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ലൂസായി പോകും. പിന്നെ നമ്മൾ വീണ്ടും പൊടിയിടേണ്ടി വരും. ആദ്യം പകുതി ഒഴിച്ച് നോക്കുക. എന്നിട്ട് ചൂടാറിയിട്ട് നമ്മൾ കുഴക്കുമ്പോൾ വീണ്ടും വെള്ളം വേണം തോന്നുമ്പോൾ അതേ വെള്ളം തന്നെ വീണ്ടും വീണ്ടും ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. കാണുന്നവർ വിചാരിക്കും അയ്യോ കൈകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുമോ. പക്ഷേ അടുക്കളയിൽ ഇതേപോലെ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെയാണ് ഇത്തരം വിഭവങ്ങളെല്ലാം നല്ല ടേസ്റ്റായിട്ട് വരിക. അപ്പോൾ എന്താ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചിട്ട് നമുക്ക് ഇനിയിപ്പം ഇത് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു ചിക്കൻ റോസ്റ്റ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് ഡ്രൈ ആയി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഈ ഒരു സമയത്ത് ഇത് ഓഫ് ചെയ്യുക. പിന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ചീനച്ചട്ടിയുടെ ചൂട് അവിടെ ഉണ്ടാവും, പിന്നെയും ഡ്രൈ ആവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് തന്നെ നമുക്കതങ്ങ് മാറ്റിയെടുക്കാം. ഇനി അതല്ല ഇതിൻ്റെ തൊട്ട് മുന്നേ ചെറിയൊരു ലൂസ് പരുവത്തിൽ ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം. പക്ഷേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും പെട്ടെന്ന് തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു ഇരുമ്പ് ടേസ്റ്റും കൂടെ ആ ഒരു ഡിഷിൽ വരും കേട്ടോ. എല്ലാവർക്കും അത് അറിയായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ വേഗം തന്നെ ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ഉള്ളിയൊന്നും അരിയണ്ടല്ലോ. അപ്പം ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിനേക്കാളും എളുപ്പം നമ്മുടെ ആ ഒരു മിക്സിയും എന്നുള്ള ഒരൊറ്റ അടിയും എന്താണ് അരിയൽ പരിപാടിയും ഇതിലങ്ങ് കഴിയുമല്ലോ. പിന്നെ ഓർക്കണം, എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അടിക്കരുത്. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നെയ്പ്പത്തിരി ചുട്ടെടുക്കണം. ചീനച്ചട്ടി കഴുകിയിട്ട് ഞാനവിടെ ആ ഒരു വെള്ളമൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയും വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വാഴയിലയാണ് വേണ്ടത് കേട്ടോ. വാഴയില ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പോളിത്തീൻ കവർ എടുക്കാം. പാലിൻ്റെ കവറൊക്കെ തിരിച്ചിട്ടിട്ട് എടുക്കാം. പക്ഷേ ഇത് വാഴയിലയിലാണ് ഞാൻ ചെയ്യുന്നത്. വാഴയിലയിലാണെങ്കിൽ നമുക്ക് ആദ്യം ഇത്തിരി ഒന്നങ്ങ് എണ്ണ തൂത്ത് കൊടുക്കാം. കാരണം പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരും, ഇതൊക്കെ ഇങ്ങ് വിട്ട് വരും. അപ്പം എന്താ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ നന്നായിട്ട് ഇതുപോലെ ഉരുട്ടുക, ഒന്നങ്ങ് പരത്തുക, ചുടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിന് കോലും കാര്യങ്ങളൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ ഒന്നങ്ങ് പ്രസ് ചെയ്താൽ മതി. അതും കൂടെ ഒന്ന് പറയട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു വെള്ളം ഒക്കെ അതായത് കഴുകി വെച്ചിട്ടുള്ള ചീൻചട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇതിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ വെളിച്ചെണ്ണ നമുക്ക് വാങ്ങാൻ ഇത്രയൊന്നും നമുക്ക് ഒഴിച്ചിട്ട് മുക്കി പൊരിക്കാനൊന്നും തോന്നില്ല. അപ്പം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. പക്ഷേ വലിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു നെയ്പ്പത്തിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ അറിയാമല്ലോ, പ്രത്യേകിച്ച് വേറൊരു സെപ്പറേറ്റ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്നങ്ങ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കോരിയെടുക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ. ഇപ്പം ഞാനിപ്പോൾ കൈ ഒന്ന് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ചൂട് നോക്കുക. നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ആവി തട്ടിയിട്ട് നമ്മുടെ കൈ ഒന്നങ്ങ് പൊള്ളുമല്ലോ. അങ്ങനെ കൈ ഒന്ന് ചൂട് തട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ചൂടാണെന്ന്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അപ്പടങ്ങ് ഇട്ട് പോയാൽ ചൂടുള്ള എണ്ണ നമ്മുടെ കയ്യിൽ തെറിക്കും. അപ്പോൾ കുറച്ചൊന്നങ്ങ് ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്നുകിൽ അടുത്ത് ആ ചീനച്ചട്ടിയിലെ അരികിൽ വെച്ചിട്ട് ഇതേപോലെയുള്ള അരിപ്പക്കയിൽ കൊണ്ടൊന്ന് തട്ടിയിട്ട് അതിൻ്റെ അടിയിലേക്ക്, അതായത് നമ്മുടെ എണ്ണയുടെ ഉള്ളിലേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കറക്റ്റ് മാവ്, അതായത് നമ്മുടെ ഒരു അരിമാവില്ലേ, നമ്മൾ നല്ല കുഴച്ച് കറക്റ്റ് ആണെങ്കിൽ ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ പൊങ്ങി വീർത്ത് വരും കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മളിങ്ങനെ തട്ടി കൊടുത്തിട്ട് അല്ലെങ്കിൽ മുക്കി കൊടുത്തിട്ടൊന്നും ഇതിങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ കുമ്പള പോലെ ആവേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് അടിവശം ഒന്നങ്ങ് വെന്ത് കഴിയുമ്പോൾ തന്നെ മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്ന ഉടനെ തന്നെ മാറ്റരുത് കേട്ടോ. കാരണം നമ്മുടെ ഇത് പൂരി പോലെയല്ല, അരി ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഒരു 4-5 സെക്കൻഡ് ഒന്നങ്ങ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ലെയറായിട്ടുള്ള ഒരു പാളിയ മുകളിലുണ്ടാവുക, അത് വേഗമായി കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ ഇത് മാത്രമല്ല, എന്താണെങ്കിലും അറിയാലോ, എണ്ണ നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്നുകിൽ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ ഇട്ടതിന് ശേഷമാണ് പൊരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ കുടിക്കും. ഒരുവിധ ആൾക്കാർക്കെല്ലാം ഇത് അറിയായിരിക്കും. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്.
ഇനിയിപ്പോൾ എന്താ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതായത് എണ്ണ തെറിക്കാതെ എങ്ങനെ ഇടുക എന്നുള്ളത്. അപ്പം അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നുമല്ല, നമ്മളിപ്പം വാഴയിലയിൽ ഇതേപോലെ പരത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു അരിപ്പക്കയിലില്ലേ, അരിപ്പക്കയിൽ കൊണ്ട് നമുക്ക് അതിൽ ഈ ഒരു പരത്തിയ നെയ്പ്പത്തിൽ നമുക്ക് കോരിയെടുത്തിട്ട് ഇതിലേക്ക് ഇടാൻ പറ്റും. കാരണം അരിപ്പക്കയിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിടുന്നത് കൊണ്ട് അതിലും നല്ല എണ്ണയുടെ അംശം ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാഴയിലയിലും നമ്മൾ എണ്ണ ആക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ ചീൻചട്ടി കോരിയ ആ ഒരു അരിപ്പക്കയിലില്ലേ, അതുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞെടുത്തിട്ട് നമ്മുടെ ആ ഒരു വാഴയിലയിലും ഇടയ്ക്കിടയ്ക്ക് എണ്ണ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആ പരത്തി വെച്ച മാവ് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതും കൂടെ അറിയിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു വാഴയിലയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ എണ്ണ കൈ തെറിക്കേണ്ട പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിൽ ഇങ്ങനെ ചുട്ട് വരുന്നുണ്ട്. ഒരുപാട് മാവ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാം അങ്ങ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നീളം, അതായത് വീഡിയോ ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് ഞാനിപ്പം ഒന്നങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പം ഗസ്റ്റ് വരുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഒരുപാട് ചിക്കൻ വിഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും, അതുപോലെ പുട്ട്, അപ്പം, പത്തിരി എല്ലാം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഇതുപോലെ ഒരു നെയ്പ്പത്തിൽ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുമ്പോൾ വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. മക്കൾക്കും ഒരുപാട് ഇഷ്ടമാവും. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, ഒരു ഭാഗം ഇങ്ങനെ ലെയർ പോലെയും താഴത്തെ ഭാഗം കുറച്ച് കട്ടിയിലും. പക്ഷേ ഇത് നല്ല സോഫ്റ്റും ആയിരിക്കും, മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കൂടുതലുമാണ്. നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടാവും, അവരെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഈ ഒരു റെസിപ്പി എന്ന് ഞാൻ വിചാരിക്കുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്